ടീനയുടെ കൈയുടെ ചൂടറിഞ്ഞ് റീത്ത ഒടുവിൽ സ്റ്റാലിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഔതക്കുട്ടി, റീത്താമ്മ നിന്നെ കുടുക്കാനായിട്ടും നിന്നെ പെടുത്താനായിട്ടും കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ലാലിച്ച എന്ന് നമ്മുടെ ഔതക്കുട്ടി പറയുമ്പോൾ, അവർ എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ അപ്പച്ച, എനിക്ക് യാതൊരു പേടിയോ യാതൊരു ഭയമോ ഇല്ല എന്ന് സ്റ്റാൻലി അപ്പച്ചനോട് പറയുകയാണ്. എന്തിനേയും നേരിടാൻ തന്നെ ഞാൻ സജ്ജനായി കഴിഞ്ഞിരിക്കുന്നു എന്ന് സ്റ്റാൻലി പറയുമ്പോൾ, മോനെ അതല്ല പ്രശ്നം. വീട്ടിൽ റൂബിനെങ്കിൽ വളരെയധികം പ്രശ്നമാണ് നേരിടുന്നത്. അവൻ അഭിമാനത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് എന്ന് പറയുന്നു. ഇതേ സമയമെങ്കിൽ അപ്പച്ച, അവരുടെ അഭിമാനത്തിന് എന്ത് സംഭവിക്കാനാണ്? ഞാൻ എൻ്റെ മകളെ സ്വീകരിച്ചതിന് അവർക്കൊക്കെ എന്ത് കുഴപ്പമാണുള്ളത് എന്ന് സ്റ്റാൻലി ചോദിക്കുന്നു. ഇതേ സമയം, മോനെ, നീ ചെയ്തത് എല്ലാവരോടും ആലോചിക്കാത്തതിലും കൂടാതെ തന്നെ നീ വഴിവിട്ട് സഞ്ചരിച്ചത് അവർക്കൊന്നും അത്ര ദഹിക്കാനായിട്ടും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ, എൻ്റെ മകളെ പിന്നെ അവർ ഏറ്റെടുക്കുക. ഇവരുടെ അടുത്ത് സത്യം പറഞ്ഞാലും ഇവരോടൊക്കെ ആലോചിക്കാൻ നിന്നാലും ഇവർ സമ്മതിക്കുമോ? പിന്നെ എൻ്റെ സ്വത്തുക്കളും എൻ്റെ ഷെയറൊക്കെ ഞാൻ മേടിച്ചതല്ലേ അപ്പച്ച. കൂടാതെ ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് കെട്ടിപ്പടുക്കിയ എൻ്റെ സാമ്രാജ്യമാണ്. എങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് എനിക്ക് നല്ല രീതിയിൽ അറിയാം. ഞാൻ എൻ്റെ സ്വമേധയുള്ള തീരുമാനമെടുത്തത് നിങ്ങളെ ആരെയും കണ്ടിട്ടുമല്ല, നിങ്ങളുടെ ആരുടെയും വീട്ടിലുമല്ല. ഇത് എൻ്റെ വീടാണ്, എൻ്റെ ബംഗ്ലാവാണ്, ആണ് എല്ലാം. അപ്പോൾ എൻ്റെ മകളെ സ്വീകരിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അറിയപ്പെടുമ്പോൾ അവർ നിൻ്റെ സഹോദരന്മാരല്ലേ. ആ ബന്ധം വേണ്ടെന്ന് വയ്ക്കാൻ നിന്നെക്കൊണ്ട് കഴിയില്ലല്ലോ. പണവും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിരിക്കും എന്ന് കരുതി അഭിമാനവും അന്തസ്സൊന്നും സെപ്പറേറ്റ് ആയിരിക്കില്ലല്ലോടാ എന്ന് പറയുന്നു. അത് കേട്ടതും അപ്പച്ചനിപ്പോൾ എന്താ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് സ്റ്റാൻലി. ഇതേ സമയം റീത്താമ്മയാണെങ്കിൽ നിൻ്റെ സഹോദരങ്ങൾ വരെ നിനക്കെതിരെ തിരിക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനായിട്ട് ഇന്നലെ ഒരു തീപ്പൊരി അവൾ കൊളുത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. കൂടാതെ അലീനയ്ക്കെതിരെ ഒരുപാട് പേരെ അവൾ വിളിച്ച് കൊണ്ടുവരുന്നുണ്ട് എന്നും പറയുകയാണ് നമ്മുടെ ഔതക്കുട്ടി. അതിനെ ചൊല്ലി ഒരു ചർച്ചയും കാര്യങ്ങളും ഉണ്ടായി എന്നും അത് നിന്നോട് പറയാനായിട്ടാണ് പ്രധാനമായിട്ട് ഞാൻ വന്നത് എന്ന് പറയുന്നു. അലീനയെ, എൻ്റെ ചിന്നമ്മയെ അധികം വിഷമിപ്പിക്കുന്നതൊന്നും എനിക്കത്ര ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നുമല്ല എന്ന് പറയുകയാണ് സ്റ്റാൻലി. ഇതേ സമയമാണെങ്കിൽ സ്റ്റാൻലി എന്നല്ല ഔതക്കുട്ടി, ഇതേ സമയം അത് എനിക്കും അങ്ങനെ തന്നെയാണ്. അവളെ ഞാനല്ലാതെ വേറെ ആരും വിഷമിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ, എടാ മോനെ, അവളുടെ നല്ലൊരു ശുദ്ധിയുള്ള ഹൃദയമാടാ, അവളുടെ ചിന്തകളൊക്കെ അത്ര നല്ലതാടാ എന്ന് പറയുന്നു. അതൊക്കെ ശരിയാ, പക്ഷേ അവൾക്ക് ചെറിയൊരു അഹങ്കാരമുണ്ടെന്ന് പറയുമ്പോൾ, എന്ത് അഹങ്കാരമെന്നാണ് നീ പറഞ്ഞു വരുന്നത്? അവളുടെ അപ്പനെ, അവളുടെ പപ്പയെ നേർവഴിക്ക് നടത്താനായിട്ട് അവൾ ചെയ്യുന്ന വഴി ചിലപ്പോൾ തെറ്റായിരിക്കാം, പക്ഷേ ഉദ്ദേശശുദ്ധി അത് നല്ലത് തന്നെയല്ലേ എന്ന് സ്റ്റാൻലിയോട് ചോദിക്കുമ്പോൾ, അപ്പം ഈ കാര്യത്തിൽ അധികം അപ്പൻ അതിനെ പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് ആര് പറയുന്നു? നമ്മുടെ സ്റ്റാൻലി പറയുന്നു. എന്തായാലും അലീനയെ വേദനിപ്പിക്കാൻ നീ അവളെ വിട്ട് കൊടുക്കരുതെന്ന് പറയുന്നു. കൂടാതെ തന്നെ അവൾ നിൻ്റെ കൂടെ നിർത്തുന്നുണ്ടെങ്കിൽ ഇനിയും അവൾ ബുദ്ധിമുട്ടോ കഷ്ടപ്പാടോ ഒന്നും അനുഭവിക്കാനായിട്ട് പാടില്ല എന്നും പറയുന്നു. കാരണം അവൾക്ക് ഒരുപാട് പണവും കാര്യങ്ങളൊന്നും വേണ്ടി വരില്ല. പക്ഷേ ഇനിയും അനാഥാലയത്തിലെ രീതിയിൽ അവളെ നീ ജീവിപ്പിക്കരുതെന്ന് പറയുന്നു. കൂടാതെ തന്നെ ഇപ്പോൾ നീ അവൾക്ക് ഇവിടെ കൊണ്ടുവന്നൊരു മുറി കൊടുത്തു എന്നുള്ളതൊക്കെ സത്യം തന്നെയാണ്. എന്നിരുന്നാലും നീ അവളെ തിരിഞ്ഞു നോക്കുന്നുണ്ടോ എന്ന് ഔതക്കുട്ടി ചോദിക്കുകയാണ്. നീ അവളോട് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. നീ മദ്യപിക്കാത്തപ്പോൾ ഇടയ്ക്കൊക്കെ സംസാരിക്കും, അല്ലെങ്കിൽ നീ അവളെ തിരിഞ്ഞു പോലും നോക്കുകയില്ലല്ലോ എന്ന് പറയുന്നു.
എടാ, ഒരപ്പൻ്റെ ഗുണമെന്നത് മകളെ നോക്കണമെന്നാണ്. ഇപ്പോൾ ഈ വീടും അവൾക്ക് ഒരനാഥാലയമായി തോന്നുന്നുണ്ടാകും. കാരണം സംസാരിക്കാനോ മിണ്ടാനോ പറയാനോ ആരുമില്ലാത്ത ഈ വീട് അനാഥാലയത്തിന് തുല്യം തന്നെയല്ലേ എന്ന് വല്യപ്പച്ചൻ സ്റ്റാൻലിയെ ഓർമ്മിപ്പിക്കുന്നു. സ്വത്തും പണവും ഒന്നുമല്ല വലിയ കാര്യം. അവളെ അനാഥയാകാതെ നോക്കേണ്ടതാണ്. അവളെ സന്തോഷിപ്പിച്ച് കൊണ്ട് നടക്കേണ്ടതാണ്. അവൾ എന്നെ കാണുമ്പോഴുള്ളൊരു സന്തോഷമുണ്ട്. അതുകൊണ്ടും അവൾക്ക് സന്തോഷമാകുന്നതും കൊണ്ട് തന്നെയാണ് ഞാൻ ഓടിപ്പാഞ്ഞെത്തിയത് എന്ന് പറയുന്നത് കാണാം. എനിക്കും അവളെ ഒരുപാട് ഇഷ്ടമായി. മനസ്സിൽ നന്മയുള്ള പെൺകുട്ടിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ സംസാരിച്ചപ്പോഴും എനിക്ക് മനസ്സിലായി എന്ന് ഔതക്കുട്ടി പറയുമ്പോൾ സ്റ്റാൻലി ആണെങ്കിൽ ഒന്ന് ചിരിക്കുകയാണ് എന്ന് കാണാം. തുടർന്ന് സ്റ്റാലിനാണെങ്കിൽ റോബിയും നമ്മുടെ സഹോദരനും കൂടി വിളിച്ച് ഉപദേശിക്കുകയാണ്. ചേട്ടത് എന്ത് ഭാവിച്ച, എന്തിനാ ഈ നാണം കെടുത്താനായിട്ട് ഇപ്പോൾ ഈ ആവശ്യമില്ലാത്ത സന്തതികളെയൊക്കെ ഏറ്റെടുക്കുന്നത്? അതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ മകളെ ഞാൻ ഏറ്റെടുത്തതിൽ നിനക്കെന്താ റോബി പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾക്കിപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. ആ റീത്ത എന്ന് പറയുന്ന സ്ത്രീയാണെങ്കിൽ ഇവിടെ പാട്ട് പാടി മൈക്ക് വെച്ച മാതിരിയാ എല്ലാവരെയും വിളിച്ച് പറയുന്നത്. എല്ലാവരും ഞങ്ങളുടെ മുഖത്ത് നോക്കി പരിഹസിക്കുകയാണ് എന്ന് പറയുമ്പോൾ, നിങ്ങൾ പരിഹസിക്കുന്നവരുടെ മുമ്പിൽ നിങ്ങൾ പറഞ്ഞോളൂ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാൻ, അല്ലെങ്കിൽ സ്റ്റാൻലി ചായൻ്റെ അടുത്ത് പോയി ചോദിക്കാൻ പറഞ്ഞേക്ക്. ചോദ്യവും ഉത്തരവൊക്കെ ഞാൻ കൊടുത്തോളാം. എന്ത് ചോദിക്കുന്നവരായാലും ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയുന്നു. എന്തായാലും ആ റീത്താമ്മ അവിടേക്ക് വരുന്നുണ്ട് സ്വത്തിൻ്റെ കാര്യം സംസാരിക്കാനായിട്ട് എന്ന് പറയുന്നു. അവർക്ക് ഇച്ചായൻ്റെ 3% സ്വത്ത് വേണമെന്ന് തന്നെയാണ് പറയുന്നത് എന്ന് പറയുന്നൊരു കാഴ്ച കാണാൻ കഴിയും. അവർക്ക് സ്വത്തല്ലേ, ഞാൻ കൊടുക്കാം, അവൾ ഇങ്ങോട്ട് വരട്ടെ എന്ന് സ്റ്റാൻലിയും പറയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുക അലീനയെ റീത്താമ്മയോട് യുദ്ധത്തിന് സ്റ്റാൻലി ഇറക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അതായത് റീത്താമ്മ ഒന്ന് വീണ്ടും ഞാനൊരു സന്ധി സംഭാഷണത്തിന് വന്നതാണെന്നും നീ മര്യാദയ്ക്ക് സമ്മതിക്കുന്നുണ്ടോ, ഈ സ്വത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ സാധ്യമല്ല എന്ന് പറയുന്നു. ഇതേസമയം സ്റ്റാലിനും റീത്തയും ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് നല്ല രീതിയിൽ വഴക്കാകുമ്പോൾ റീത്ത സ്റ്റാലിനെ എല്ലാവരുടെയും മുമ്പ് വെച്ച് പരിഹസിക്കുമ്പോൾ അലീനയ്ക്ക് അത് ഇഷ്ടമാകുന്നില്ല. എൻ്റെ പപ്പയെ പരിഹസിക്കാൻ നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുകയും കൂടാതെ റീത്തയോട് ഇറങ്ങിപ്പോവാനായിട്ട് പറയുകയും ചെയ്യുമ്പോൾ, നീ പോടി അവിടെ നിന്ന് പറയുമ്പോൾ അലീന ഒരു സ്നേഹസമ്മാനവും റീത്തയുടെ കവിളിൽ കൊടുക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ഇതേ സമയം അപമാനിതയായി സ്റ്റാലിൻ്റെ വീട്ടിൽ നിന്നും എല്ലാവരുടെ മുമ്പിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. ഇതേ സമയം അലീനയെ ജോലിക്കാർ ഭയന്നു തുടങ്ങുന്നു. അപ്പോൾ സബ്സ്ക്രൈബ്